ഹലോ ഫ്രണ്ട്സ്, ക്രിയേച്ചർ എൻക്ലേവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പാക്മാൻ ഫ്രോഗുകളെ കുറിച്ചാണ്. ഒരു അപൂർവമായ ഒറ്റനോട്ടത്തിൽ തന്നെ ആരെയും ആകർഷിക്കുന്ന ഒരു ജീവിയാണ് പാക്മാൻ ഫ്രോഗ്. പേര് കേൾക്കുമ്പോൾ തന്നെ ഒന്ന് ചിരി വരും. അതെ, പാക്മാൻ എന്ന പഴയ ഗെയിമിലെ കഥാപാത്രത്തിന് പോലെയാണ് ഇവയുടെ മുഖം. പക്ഷേ ഇതൊരു സാധാരണ ഫ്രോഗല്ല. അതിൻ്റെ രൂപവും സ്വഭാവവും വളർത്തൽ മാർഗങ്ങളും അവയുടെ ഭക്ഷണ രീതിയും എല്ലാം അതീവ കൗതുകകരമാണ്. പാക്മാൻ ഫ്രോഗ് എന്നത് സെറാറ്റോവ്രീസ് എന്ന ശാസ്ത്രീയ പേരുള്ള ഒരു ഫ്രോഗ് ഗ്രൂപ്പാണ്. ഇവ സൗത്ത് അമേരിക്കയിലാണ് പ്രധാനമായി കാണപ്പെടുന്നത്. പാക്മാൻ ഗെയിമിലെ കഥാപാത്രത്തെ പോലെ കനത്ത വൃത്താകൃതിയിലുള്ള വലിയ വായയാണ് ഇവയുടെ സവിശേഷത. ഇവയെ ഹോൺഡ് ഫ്രോഗ്സ് എന്നും വിളിക്കുന്നു. ഇവയ്ക്ക് തലയുടെ മുകളിൽ ചെറിയ കൊമ്പുകൾ പോലെയുള്ള പ്രൊജക്ഷൻസ് ഉള്ളതിനാലാണ് അങ്ങനെ വിളിക്കുന്നത്. ഇവയുടെ ശരീരം ചെറുതാണ്, പക്ഷേ വീതിയുള്ളതുമാണ്. പച്ച, മഞ്ഞ, തവിട്, ചാര നിറങ്ങളിൽ ഇവയെ കാണാൻ സാധിക്കും. വലിയ കണ്ണുകളും പൊങ്ങിയ ശരീരവും തീർച്ചയായും ഇവയെ മറ്റു ഫ്രോഗുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. ഇവ വളരുമ്പോൾ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ 7 ഇഞ്ച് വരെ നീളത്തിൽ വലിയവരാകും. പാക്മാൻ ഫ്രോഗ് വളരെ ലേസിയാണ്. ഇവ കൂടുതൽ സമയവും ഒരു സ്ഥലത്ത് തന്നെ കുഴിഞ്ഞു കിടക്കും. പക്ഷേ ടെറിട്ടോറിയൽ ആണ്. മറ്റു ജീവികൾ ഇതിൻ്റെ അടുത്ത് വന്നാൽ ഉടനവ ആക്രമിക്കും. ഇതിൻ്റെ റിയാക്റ്റീവ് ഫീഡിംഗ് സ്റ്റൈൽ അത്യന്തം ആവേശകരമാണ്. ഇവ പൂർണ്ണമായും മാംസാഹാരികളാണ്. ചെറുപുഴുക്കൾ, ചെറുമത്സ്യങ്ങൾ, കുഞ്ഞനെലികൾ, മറ്റു ചെറിയ ജീവികൾ തുടങ്ങിയവയെല്ലാമാണ് ഇവയുടെ ആഹാരം. പാക്മാൻ ഫ്രോഗ് വളരെ റിയാക്റ്റീവാണ്. എന്തെങ്കിലും നീങ്ങുന്നത് കണ്ടാൽ ഉടൻ അതിലേക്ക് ചാടിക്കടിക്കും. വായ വളരെ വലുതായതിനാൽ പൂർണ്ണമായും ജീവികളെ വിഴുങ്ങി തിന്നും. പലപ്പോഴും ഭക്ഷണം അതിൻ്റെ വലിപ്പം കൂടിയതായിരിക്കാം. ഇവയ്ക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരുപാട് ഭക്ഷണം കൊടുക്കരുത്. ഇത് ഒബേസിറ്റി ഉണ്ടാക്കും. അഡൾട്ട്സിന് 2-3 ദിവസത്തിൽ ഒരിക്കൽ മാത്രം മതി ഭക്ഷണം. ഇവ വളരെയധികം റിയാക്റ്റീവ് ആയതിനാൽ ഫീഡിംഗ് സമയത്ത് കൈയിടരുത്. ഈ സമയത്ത് കയ്യിൽ കടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. പാക്മാൻ ഫ്രോഗ് അത്യന്തം ലോ മെയിൻ്റനൻസ് ഉള്ള പെറ്റാണെങ്കിലും ശരിയായ രീതിയിൽ പാലിക്കാതെ പോവുകയാണെങ്കിൽ അതിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സംഭവിക്കാം. അതിനാൽ ഇവയെ വളർത്താൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പാക്മാൻ ഫ്രോഗിനെ വളർത്താൻ കുറഞ്ഞത് 10 മുതൽ 20 ഗാലൻ വലുപ്പമുള്ള മിനി ടാങ്കുകൾ വേണം. അതിന് ദൈനംദിന പ്രവൃത്തികൾ വളരെ കുറവായതുകൊണ്ട് വലിയ സ്ഥലം ആവശ്യമില്ല. ഇവയെ വളർത്താൻ മൂടിയ ടാങ്കുകൾ വേണം. കാരണം ഇവ ഈർപ്പം ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഇവയുടെ കൂടുകളിൽ തെങ്ങിൻ്റെ നാരുപൊടി വിതറുന്നത് നല്ലതാണ്. ഇത് ഈർപ്പം നന്നായി പിടിച്ചു നിർത്തുകയും ഫ്രോഗിന് കുഴികളുണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു.
പാക്മാൻ ഫ്രോഗ് പൊതുവെ മണ്ണിൽ കുഴിയുണ്ടാക്കി അതിൽ തന്നെ ഉറങ്ങാനും ഒളിച്ചിരിക്കുവാനും ഇഷ്ടപ്പെടുന്നവരാണ്. പാക്മാൻ ഫ്രോഗിൻ്റെ സ്വഭാവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അതിൻ്റെ ബൊറോയിങ് ബിഹേവിയർ ആണ്. അതായത് മണ്ണിൽ കുഴിയുണ്ടാക്കി അതിൽ തന്നെ ഉറങ്ങുകയും ഒളിച്ചിരിക്കുകയും ചെയ്യുന്ന രീതി. പാക്മാൻ ഫ്രോഗിന് വളരെ ഹൈ ഹ്യൂമിഡിറ്റി ആവശ്യമുണ്ട്, ഏതാണ്ട് 70% മുതൽ 80% വരെ. അതിനായി ദിവസേന ടാങ്കിന് വെള്ളം സ്പ്രേ ചെയ്യണം. വെള്ളം പതിയെ ആറിയിട്ടില്ലെങ്കിൽ ഹ്യൂമിഡിറ്റി അളക്കുന്ന ഉപകരണം ഉപയോഗിച്ച് നിരീക്ഷിക്കുക. ടാങ്കിൻ്റെ വാതിലുകൾ അടച്ചിരിക്കുന്നത് ഈർപ്പം നിലനിർത്താൻ സഹായിക്കും. പാക്മാൻ ഫ്രോഗ് വെള്ളത്തിൽ നീന്തുകയില്ല. എന്നാൽ അതിനെ ബോഡി സോക്ക് ചെയ്യാനായി ബൗളിൽ വെള്ളം നിറയ്ക്കണം. വെള്ളം ഡീക്ലോറിനേറ്റഡ് ആയിരിക്കണം. ദിവസേന വെള്ളം മാറ്റുന്നത് വഴി ഇൻഫെക്ഷൻസും ഒഴിവാക്കാൻ സാധിക്കും. പാക്മാൻ ഫ്രോഗ്സിൻ്റെ ത്വക്ക് വളരെ സെൻസിറ്റീവാണ്. അതായത് വെള്ളവും അതിലുള്ള രാസവസ്തുക്കളും ത്വക്കിലൂടെ ശരീരത്തിലേക്ക് ഈസിയായി കടക്കും. നമ്മുടെ കയ്യിലെ സോപ്പ്, സാനിറ്റൈസർ, പെർഫ്യൂം, ലോഷൻ പോലുള്ള ദിനചര്യാ രാസങ്ങൾ ഇവയ്ക്ക് വിഷം പോലെ പ്രവർത്തിക്കും. കയ്യിലെടുക്കുന്നത് ഫ്രോഗിന് മെൻ്റൽ സ്ട്രെസ് സൃഷ്ടിക്കും. സുരക്ഷിതമല്ലാതായി തോന്നുമ്പോൾ അവ ആക്രമിക്കാനും സാധ്യതയുണ്ട്. അവയ്ക്ക് പൊടി, ചൂട്, ബാക്ടീരിയ എല്ലാം ദോഷം ചെയ്യും. നമ്മുടെ കയ്യിലെ ചൂട് പോലും അവയെ ക്ഷോഭിപ്പിക്കും. അതുവഴി സ്കിൻ ഇൻഫെക്ഷൻസ്, ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ മുറിവുകൾ വരെ സംഭവിക്കാം. ഹാൻഡ്ലിംഗ് ചെയ്യേണ്ടി വരുമ്പോൾ കൈകൾ തിളപ്പിച്ച വെള്ളത്തിൽ കഴുകി നല്ല രീതിയിൽ ഉണക്കണം. അല്ലെങ്കിൽ ഡിസ്പോസബിൾ ഗ്ലൗസ് ധരിക്കണം. വളരെ സാവധാനം ഒറ്റ നോട്ടത്തിൽ അവയുടെ ശരീരത്തെ സപ്പോർട്ട് ചെയ്ത് മാത്രം കയ്യിലെടുക്കുക. മീനുകൾ കയ്യിലേക്ക് എടുക്കുന്നത് പോലെ ചൂണ്ടുകൈ ഉപയോഗിച്ച് പൊക്കരുത്. പാക്മാൻ ഫ്രോഗിനെ വളർത്തുമ്പോൾ അതിനെ കാണാനും ഫീഡിംഗ് ചെയ്യാനുമുള്ള സന്തോഷമാണ് കൂടുതൽ. ഇവ നോക്കി ആസ്വദിക്കാനുള്ള പെറ്റുകൾ മാത്രമാണ്. ഇതുപോലുള്ള എക്സോട്ടിക് ആനിമൽസിനെ കുറിച്ച് അറിയാനായി ഞങ്ങളുടെ ക്രിയേച്ചർ ആൻഡ് ലൈവ് എന്ന ചാനൽ ഫോളോ ചെയ്യൂ.